ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പം ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് സ്വാഗതം. സെഷൻ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇന്ന് എക്സിറ്റ് പോൾസ് വരും. ബംഗാൾ, കേരള, ആസാം, തമിഴ്നാട് തുടങ്ങിയ സ്റ്റേറ്റ്സിൻ്റെ ഇലക്ഷൻ്റെ എക്സിറ്റ് പോൾസ് വരുന്നുണ്ട്. ആൻഡ് മൺഡേ ഇലക്ഷൻ റിസൾട്ട് വരുന്നുണ്ട്. സോ മാർക്കറ്റ് മേ ബി വോളറ്റൈൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിൽ കണ്ടു വേണം പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 90 പോയിന്റ്സ് അപ്പാണ്. S&P ആൻഡ് നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് നെഗറ്റീവിലായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് ന്യൂട്രൽ ടു നെഗറ്റീവ് എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഗ്ലോബൽ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ്സ് ടോട്ടലി നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റ്സ് നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് നിഫ്റ്റി നിലവിൽ നെഗറ്റീവ് ട്രേഡിംഗ് ആണ്. മേ ബി നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ പോസിബിലിറ്റിയും ഉണ്ട്. നിലവിൽ നെഗറ്റീവ് ട്രേഡിംഗ് ആണ്. തായ്വാൻ മാർക്കറ്റും നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഓൺ നിഫ്റ്റിയിലേക്ക് പോകാം. നിഫ്റ്റിയുടെ 15 മിനിറ്റ് ചാർട്ടിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഒരു അപ്സൈഡ് തന്ന ശേഷം തന്നൊരു പുൾ ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഡൗൺ സൈഡ് വന്നു. ആൻഡ് മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഉണ്ടാക്കാനുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ബട്ട് ഹയർ ഹൈ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഫാക്ട്. മാറ്റർ ഓഫ് ഫാക്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു ഹയർ ഹൈ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു റേഞ്ച് ബ്ലാക്ക് ആക്കുകയാണ് ഞാൻ സ്ക്രീനിൽ. ഓക്കെ, ലൈൻ ഈ ഒരു റേഞ്ച് മാർക്കറ്റിൻ്റെ ഒരു സെല്ലിംഗ് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. 24,170. ആൻഡ് അവിടെ നിന്ന് വന്നാൽ തന്നെ മാർക്കറ്റ് ഈ 24,280 എന്നുള്ള റേഞ്ചിൽ വീണ്ടും റെസിസ്റ്റൻസ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് അവിടെ നിന്ന് വന്നാൽ തന്നെ ആൻഡ് 24,448 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ഏരിയയിൽ സപ്ലൈ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിയർ ബൈ സപ്ലൈ സോൺസ് വളരെ കൂടുതലാണെന്നുള്ളൊരു ഫാക്റ്റ് മനസ്സിലാക്കുക. ആൻഡ് 23,800 സോൺ, ഈ ഒരു സോണിലാണ് മാർക്കറ്റ് ഹോൾഡ് ആക്കിയിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ താഴെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മൈൻഡിൽ എപ്പോഴും വച്ചേക്കുക. അപ്പം അവിടെയൊക്കെ ലിക്വിഡിറ്റി ഏരിയാസ് ആയിട്ട് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം മൈനർ ലെവൽസ് ഞാനിങ്ങനെ വച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീൻഷോട്ട് 23,540, 23,800 ആൻഡ് 23,119. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ, നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നതിൻ്റെ പ്രൈസ് ആക്ഷൻ നമുക്ക് വാച്ച് ചെയ്യാം. മേ ബി ഈ ഒരു ഏരിയ 24,170 റേഞ്ചിൽ സെല്ലിംഗ് പ്രഷർ നേരിടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവിടെ നിന്നും താഴെ മേ ബി 23,800ലേക്ക് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ മാർക്കറ്റ് എങ്ങനെ പ്ലേ ചെയ്യുന്നു എന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഒരു നിയർ ബൈ റെസിസ്റ്റൻസ്, കുറച്ച് സപ്ലൈ സോൺസ് കുറച്ചധികം ഉണ്ട് എന്നുള്ള ഒരു ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കി വേണം ട്രേഡ്സ് പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, ആൻഡ് ഇന്നലെ നമ്മളിങ്ങനെ ഒരു പുൾ ബാക്ക് വരുമ്പോഴത്തേക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഈ ഒരു ഇത്രയും വലിയ ഡൗൺ സൈഡ് വന്നു, മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തരേണ്ടത് അനിവാര്യതയാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വേണം നമ്മൾ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട്. ആൻഡ് ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ന്യൂസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് റിസൾട്ടുകൾ വരുന്നുണ്ട്. അദാനി പവറിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ബജാജ് ഫിനാൻസ്, ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്ക്, ഫോഴ്സ് മോട്ടോഴ്സ്, HEG, IIFL ഫിനാൻസ്, ഇൻഡിജീൻ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, മോയിൽ മോട്ടിലാൽ ആൻഡ് എംഫസിസ്, സിഞ്ചിൻ ഇന്റർനാഷണൽ, വേദാന്ത, വാറി എനർജീസിൻ്റെ റിസൾട്ട് ക്വാർട്ടർലി ഏർണിംഗ്സ് വരുന്നുണ്ട്. ആൻഡ് വന്ന റിസൾട്ടുകളിൽ ബന്ധൻ ബാങ്കിൻ്റെ അത്യാവശ്യം സൂപ്പർ റിസൾട്ട് ആയിരുന്നു. 370 ക്രോർസിൽ നിന്ന് 534 ക്രോർസിലേക്ക് പ്രോഫിറ്റ് പോയി എന്നുള്ളത് അത്യാവശ്യം നല്ല റിസൾട്ട് ബന്ധൻ ബാങ്ക് തന്നിട്ടുണ്ട്. ആൻഡ് GRSC പ്രോഫിറ്റ് ഗ്രോത്ത് നല്ല രീതിയിലുണ്ട്. 244 നിന്നും 303ലേക്ക് പോയി. റവന്യൂ അത്യാവശ്യം നല്ല രീതിയിൽ സോർ ചെയ്തിട്ടുണ്ട്. സനോഫി ഇന്ത്യക്ക് കുറച്ച് പ്രോഫിറ്റ് കുറവുണ്ട്, റവന്യൂ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനാണെങ്കിൽ പ്രോഫിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. 0.51 ക്രോർസിൽ നിന്നും 111 കോടിയിലേക്കാണ്. മീൻസ് 218 മടങ്ങാണ് പ്രോഫിറ്റ് സർജ് ചെയ്തിരിക്കുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്. നെറ്റ് പ്രീമിയം ഏൺഡ് ഗ്രോസ്. ഓക്കെ, ആൻഡ് സിയാച്ചിൻ്റെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്. ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ജമ്പ് ചെയ്തിട്ടുണ്ട്. 115 നിന്ന് 149 കോടിയിലേക്ക് പോയിട്ടുണ്ട്. AWL ആഗ്രി ബിസിനസ്സിന് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഗ്രീൻ പ്ലേ ഇൻഡസ്ട്രീസിനും പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. 16 കോടിയിൽ നിന്ന് 30 കോടിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മോസ്റ്റ്ലി ഇരട്ടിയിലേക്ക് നീങ്ങി എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പം മദേഴ്സ് ആൻഡ് സുമി വയറിങ്ങിന് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കൂടിയിട്ടുണ്ട്. കാനറ HSBC പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഓറിയൻ സിമൻജൻ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല ന്യൂസസ് ഇങ്ങനെ തിളങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു ചാർട്ട് ഒന്ന് നോക്കിയിട്ട് പോകാം. സ്റ്റാർ ഹെൽത്ത് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഒക്കെ തന്ന കമ്പനിയല്ലേ. അപ്പോൾ എന്താണ് ട്രേഡ് പ്ലാൻസിനുള്ള പോസിബിലിറ്റി ഉണ്ടോ നമുക്ക് നോക്കാം. സ്റ്റാർ ഹെൽത്ത് ഓക്കെ, ഡൗൺ ട്രെൻഡിന് ശേഷം, മാർക്കറ്റ് ക്രാഷിനൊക്കെ ശേഷം അത്യാവശ്യം നല്ല ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മന്ത്ലി ചാർട്ട് എടുത്ത് ഈ മന്ത്ലി ക്ലോസിങ് അത്യാവശ്യം നല്ല മന്ത്ലി ക്ലോസിങ്ങിലേക്കും വരുന്നുണ്ട്. 1 വീക്ക് ചാർട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു സ്ട്രക്ചർ ആൻഡ്
ഈ ഒരു ഡൗൺ സൈഡ് 321 റേഞ്ചിൽ നിന്നാണ് അബ്സോർബ് ചെയ്ത് സെല്ലിംഗ് പ്രഷർ അബ്സോർബ് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറിയേക്കുന്നത്. ആൻഡ് 530 ഒരു നല്ല സെല്ലിംഗ് സോൺ ആണ്. അവിടെ നിന്ന് മാർക്കറ്റിന് എന്ത് സംഭവിക്കുമെന്ന് ഇന്നത്തെ ഓപ്പണിങ്ങിന് ശേഷം കാണാം. എന്തായാലും നല്ല ഓപ്പണിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ ഡാറ്റ പാറ്റേൺസിൻ്റെ ഒരു സ്ട്രക്ചറൽ, അതായത് ട്രേഡ് ബ്രേക്ക് ഡൗൺ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ് വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. സോ അത് ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം അപ്ഡേറ്റുകളൊക്കെ ഞാൻ ഇതിൽ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്ന ട്രേഡ്സിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടൊക്കെ മാർക്കറ്റിൽ വന്നവരാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ ട്രേഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം കൂടുതൽ ട്രേഡ്സ് ഞാൻ ഇന്ന് പറയുന്നില്ല. പിന്നെ JBM ഓട്ടോ അത്യാവശ്യം നല്ല സ്ട്രക്ചറലി ബെറ്റർ ട്രേഡുകൾ കാണുന്നതാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. JBM ഓട്ടോ അത്യാവശ്യം നല്ല സ്ട്രക്ചറിൽ വരുന്നുണ്ട്. സോ JBM ഓട്ടോ, സ്റ്റാർ ഹെൽത്ത് ഒക്കെയാണ് ഞാൻ ഇന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും ട്രേഡ്സ് ഓപ്പർച്യൂണിറ്റീസ് വരുവാണെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ശരി, അപ്പോൾ കാണാം.